ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ഗോപികാ ജീവനസ്മരണം. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായിട്ടുള്ള ആ കൃപ കൊണ്ട് നമുക്ക് ഇന്ന് 21ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ബാക്കി 20 ദിവസവും നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നമ്മളെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ കണ്ട് ഭഗവാൻ നമുക്ക് എല്ലാം ഒരുക്കി തന്നു. ഇന്നലത്തെ ഒരു മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഇന്നത്തെ അത്രയും ഒരു കഠിനമായ മഴയായിരുന്നു ഇന്നലെ രാവിലെ. അപ്പോൾ ഇതിൽ ഞാൻ ഇന്നലെ നമ്മുടെ നാമജപം ഗ്രൂപ്പിൽ ഒരു കാര്യം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതില്ല, അത് കേൾക്കാത്തവർ ഇവിടെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറയാണ്. അബുദാബിയിലുള്ള നമ്മളുടെ കൃഷ്ണകുടുംബത്തിലെ ഒരംഗ അബുദാബിയിൽ നിന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വീട്ടിലിരുന്ന് പൂജാമുറിയിലിരുന്ന് ഇവിടെ മുല്ലോർലിത്തേവരുടെ നടയിലിരുന്ന് നാമം ജപിക്കണു എന്നുള്ള ഭാവത്തിൽ, നമ്മളുടെ കൂടെ നാമം ജപിക്കണു എന്നുള്ള ഭാവത്തിൽ അവിടെ ഇരുന്ന് നാമം ജപിക്കുമ്പോൾ അവിടെ ഇപ്പോൾ വല്ലാത്ത ചൂടുള്ള സമയമാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവർക്ക് തണുത്ത് വിറച്ചിട്ടിരിക്കാൻ പറ്റുന്നുണ്ടായില്ല. വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടു. അത് എന്താന്ന് പറയാൻ പറ്റണില്ല. എന്തോ നമ്മളെ സാധാരണഗതിയിൽ എന്താ വിചാരിക്കുക, എന്തെങ്കിലും അസുഖം വരികയോ എന്നൊക്കെയാണ് നമ്മൾ കരുതുക. അപ്പോൾ അങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കണ ഒരു സമയത്ത് അങ്ങനെ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നീട്
നമ്മുടെ ഇവിടുത്തെ പാരായണമൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അത് കേട്ടപ്പോഴാണ് ഇവിടെ. അപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക്, അതായത് ഇത് അപ്ലോഡ് ചെയ്യണതിന് മുമ്പ് തന്നെ എനിക്ക് അവരുടെ വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഇന്ന് പൂജാമുറിയിലിരുന്ന് നാമം ജപിക്കുന്ന സമയത്ത് നമ്മളിവിടെ പാരായണം ചെയ്യുന്ന സമയത്ത് നേരിട്ട് ലൈവ് അല്ലല്ലോ. അപ്പോൾ ആ സമയം നോക്കി പൂജാമുറിയിലിരുന്ന് നാമം ജപിക്കുന്ന സമയത്ത് വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടു. അത്രയും തണുപ്പ് എനിക്ക് എന്താ അതിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ വന്നത്, അത് എന്തായി, അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ്, പക്ഷേ അതും കണ്ടില്ല. അതങ്ങനെ ചോദിച്ചതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ നല്ല രാത്രിയാണ് അങ്ങനെ വാട്സപ്പ് നോക്കിയപ്പോഴാണ് അതൊക്കെ കണ്ടത്. അതിന് ശേഷം നമ്മളുടെ ഇന്നലത്തെ പാരായണം, അതികഠിനമായ മഴയത്തിരുന്നുള്ള പാരായണം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ മെസ്സേജ് വീണ്ടും ഉണ്ടായത്. ഇപ്പം എനിക്ക് മനസ്സിലായി എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരത്ഭുതമായിട്ടുള്ള ഒരു അത്ഭുതം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മനസ്സുകൊണ്ട് തേവരുടെ തിരുനടയിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ തേവർ അത് അനുഭവമാക്കി കൊടുത്തു. ഏതൊരു സ്ഥലത്തിരുന്നിട്ടാലും എവിടെയായാലും നമ്മൾ പറയില്ലേ, നമ്മൾ ഇരിക്കണയിടം വൃന്ദാവനാക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ നമ്മൾ ഇന്ന ദിക്കിലിരിക്കണോ, ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തിരിക്കണോ എന്ന് അങ്ങോട്ട് സങ്കല്പിച്ചാൽ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെ ആക്കാൻ ഭഗവാന് വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു ചിന്തയും പ്രാർത്ഥനയും അത് അനുഭവമാക്കി കൊടുത്തു എന്നുള്ളത് പറയാണ്ട് വയ്യ. അത്രയും ഒരു കാരണം ഇവിടെ ഇരിക്കണ നമുക്ക് ആ അനുഭവം ഇല്ല. പക്ഷേ എവിടെയോ ഇരിക്കണ ആ അമ്മയ്ക്ക് അത് അനുഭവിക്കാൻ പറ്റി. ഇവിടെ നിങ്ങൾ അറിയുണ്ടാവും, അവരിവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ സത്യഭാമ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരാണ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത്. എന്തായാലും ഒക്കെ ഭഗവാന്റെ കാരുണ്യം, ഭഗവാൻ ആരാണ് വിളിക്കണത് ആ വിളിപ്പുറത്ത് കൂടെ ഉണ്ട് എന്ന് ഭഗവാൻ നമ്മളെയൊക്കെ കാണിച്ചു തരുന്നതാണ്. അതൊക്കെ ആ സംഭവങ്ങളൊക്കെ എല്ലാം ഭഗവാന്റെ പാദത്തിൽ എല്ലാവർക്കും പ്രേമഭക്തി ഉണ്ടാവാൻ തന്നെ പ്രാർത്ഥിക്കാം. ഓരോരോ അനുഭവങ്ങൾ. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളും അതേ ഭാവത്തോടു കൂടി ഇരുന്നാൽ നമുക്കും അനുഭവമാക്കി തരും ഭഗവാൻ തീർച്ചയായിട്ടും. അല്ലെങ്കിലും നമ്മളൊക്കെ അനുഭവിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്. ഒരു ചെറിയ മഴയത്തും ഇന്നലെയൊക്കെ എന്തൊരു മഴയായിരുന്നു. ഇന്ന് അദ്ദേഹം വീട്ടിലില്ല, കൊണ്ടുവന്നാക്കാൻ പറ്റില്ല, നടന്നു പോരണം. അപ്പം ഇന്ന് അതിനൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതിനിടയ്ക്ക് 2 ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടായില്ല, തിരുവനന്തപുരത്ത് പോയിക്കാം. എന്നാൽ 2 ദിവസം മഴ ബുദ്ധിമുട്ടിച്ചില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോരാനായിട്ട് പറ്റി. ഈ മഴയത്ത് നടന്നാൽ വഴിക്ക് വീഴുമെന്നുള്ള ഭയം കൊണ്ട് ഞാൻ നടക്കാത്തതാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ ഉള്ള സമയത്ത് മാത്രമേ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ട് വണ്ടിയിൽ വരേണ്ടി വന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇല്ലാത്ത സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ആ ഭഗവാൻ എത്തിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ കാരുണ്യമാണ്, ഓരോന്നും കാരുണ്യമാണ്. അതുപോലെ എത്താനായിട്ട് നമുക്ക് നിയോഗം, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് നിലയ്ക്കും എത്തും എന്നുള്ളതും എല്ലാം ഭഗവാന്റെ പാദത്തിൽ തന്നെ സമർപ്പിക്കണം. എല്ലാവരുടെ ആ പ്രേമഭാവവും ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. എന്നും അതെ, ആ അഭിഷേകമൊക്കെ നമ്മൾ ഗുരുവായൂരൊക്കെ ചെന്നിട്ട് എത്രയോ അങ്ങനെ ക്യൂ നിന്ന് കാണുമ്പോഴൊക്കെ നമ്മൾ അത്ഭുതപ്പെടാറുള്ള ആ ശംഖാഭിഷേകം, പാലഭിഷേകമൊക്കെ ഇന്നിവിടെ ദർശനം ലഭിച്ചു ഭഗവാന്റെ മുമ്പിൽ. അതും വലിയൊരു അനുഭവം തന്നെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംഭൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം.
കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമര്യപാദം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഹരിശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീഹരേ നമ. കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത് സുന്ദരകാന്ഡം രാമായണം ചെയ്ത് സമർപ്പിച്ചു. ശേഷം ഇനി നമുക്ക് യുദ്ധകാന്ഡാണ് പാരായണം ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആ സീതാദേവിയെ കണ്ട് ഹനുമാൻ സ്വാമി തിരിച്ചു വന്ന് ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് വിശേഷമെല്ലാം പറയണതും ആ ഭഗവാൻ ആ സീതയെ ചേർത്ത് പുണരുന്ന അതേ ആ വക്ഷസ്സിലിതാ ഭഗവാൻ ആ രാമനെ ചേർത്ത് പുണരണു. അപ്പോൾ ആ ഒരു ഭാവം ആലോചിച്ചപ്പോഴേക്കും അതിലങ്ങോട്ട് ലയിച്ച് ഭക്തിയിൽ ലയിച്ചിട്ട് ഇതുപോലെ ഒരു ഭാഗ്യം ഹനുമാനോളം ഭാഗ്യം വേറെ ആർക്കുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഭക്തിയിൽ ലയിച്ചതാ അവിടെ മൗനമായിട്ടിരിക്കണ ആ മഹാദേവനും അതേ ഭക്തിഭാവത്തിൽ അത് അനുഭവിച്ചുകൊണ്ട് അതേ ഭക്തിഭാവത്തിലിരിക്കണ സാക്ഷാൽ ആ ശ്രീ പാർവതി ദേവിയും നമ്മൾ ഇന്നലെ കണ്ടു. ഈ തുടർന്ന് വീണ്ടും യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ്. ഹരേ രാമ ഹരേ രാമ ഹരിശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു. നാരായണ ഹരേ 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 രാമ രമ രമണ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമലോകാഭിരാമ പ്രണവാത്മക രാമനാരായണാത്മാ രാമ ഭൂപതേ രാമകഥാമൃതം പാനം രാമകഥാമൃതപാനം പൂർണ്ണാനന്ദം സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ
ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണ യുദ്ധം മനോഹരം. യുദ്ധമാകർണ്യ കിളീമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവേനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പുണ്ടരുളിനാൻ. ചന്ദ്രാനനെ ജവീതന്നു മുതാ രാമചന്ദ്രാചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരകബ്രഹ്മാത്മകൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാലരുൾ ചെയ്തിതാതരാൽ. ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ. ചിത്തെ നിരൂപിക്ക പോലും അശക്യമാണബ്ധി ശതായോജനായതാമശ്രമം. ലംഘിച്ചു രാക്ഷസ വീരരെയും കൊന്നു ലങ്കയും ചുട്ടു പൊടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം. വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയുമുടനെങ്ങനെ വാരനിധിയെ കടക്കുന്നു. നക്രമകരചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടു മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദാലങ്കയും ഭസ്മീകരിച്ചു അവിളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെ കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാത്തൊരു ശൂരരി കാണായ വാനരാ സഞ്ചയം. വന്നിയിൽ ചാടണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരനിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനിക്കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതു രാഘവ നിന്തിരു മുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയെ സത്വരം സേതു ബന്ധിക്കലുമാം ദൃഢം. വല്ലാ കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കൺക രഘുപതേ. ഭക്തിശക്തിന്യുതാമിത്രപുത്രോക്തികൾ ഇത്തമാകർണ്യകാകുത്സനും ദർശനേ. മുമ്പിലമ്മാറു തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളിയിടിനാൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടാമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാഭവൻ. എന്നതു കേട്ടു തൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം അത്യുന്നതാമതിൻ മൂർധിനി ലങ്കാപുരം. പ്രാണാഭയമില്ലയാതാ ജനങ്ങൾക്കു കാണാം കനകാവിമാനസമാനമായി. വിസ്താരമുണ്ടെഴുന്നൂറു യോജന പുത്തൻ കനകാമതിലതിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കിങ്കലുമുണ്ടതി ശോഭിതമായ 17 നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകൾ 7 പോലെ 7 4 ഗോപുരപംക്തിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യഗാധമായി ചെല്ലുവാൻ യന്ത്രപാലപംക്തിയും. മണ്ടർഗോണ്ടിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണാഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് 100,000 തഥാ സദാ.
ശക്തരായി പശ്ചിമാഗോപുരം കാക്കുന്ന നക്തഞ്ചരുണ്ട് 100,000 ഉത്തമാഗോപുരം കാത്തുനിൽപ്പോൻ അതിശക്തരായുണ്ടൊരു കോടി നിശാചരർ ദിക്കുകൾ 4 അർദ്ധമുണ്ടുഗ്രതയോടു നടു കാത്തിടുവാൻ അന്തപ്പുരം കാപ്പതിന്നുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കതീണ്ടതിലിരട്ടി ജനം ഹാടക നിർമ്മിത ഭോജനാശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനാശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലാശാലയും ലങ്കാവിരചിതാലങ്കാര വേദമാമതം ആതങ്കാപഹം പറയാവതല്ലനന്ദനും തത്പുരം തന്നിൽ നീളത്തിരഞ്ഞേനഹം മത്പിതാവിൻ നിയോഗേന ജന്നേൻ ബലാത് പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനൻ അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമഹിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറച്ചോര വിവേകം ആരാവമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനൻ രക്ഷോവരാത്മജനാകിയ ബാലക നക്ഷാകുമാരനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാലങ്കാപുരത്തിങ്കലുള്ളതിൽ 1/4 സൈന്യമാക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിയൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നെ ഭൃത്യരോടെപ്പോഴേ കൊല്ലുക വൈകാതിവനെ എന്നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോട് മാതരാൽ കൊല്ലുമാറില്ല ദൂതരെ ആരുമേ ചൊല്ലുള്ള രാജ്യധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയയ്ക്ക അടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനൻ വാലധിക്കാതെ അഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസസാപുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിയോ അപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവാലങ്കയിലുള്ള പടയിൽ 4 മുടുക്കിയൻ ത്വൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടു മിനിക്കാള വിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹത് പ്രസ്ഥാനമാശു ഗുരു വിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചര നായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനന അഹങ്കൃതിയും തീർത്തു സങ്കരാന്തേ ബലാത് പങ്കജാനേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജാനേത്ര പരപുരുഷ പ്രഭോ. ജാനകീ ജീവനസ്മരണം. ആ ശ്രീ ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ ആവോളം ഹനുമാൻ സ്വാമിയുടെ ആ ഗുണഗണങ്ങളെ വാഴ്ത്തി പറഞ്ഞിട്ടും അതാണ് ഹനുമാൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഹനുമാൻ്റെ ഗുണങ്ങളെ വാഴ്ത്തി പറയുമ്പോഴൊന്നും ഹനുമാന് ഞാനിത് ചെയ്തു എന്നുള്ളൊരു അഹങ്കാരഭാവമില്ല. കാരണം ഇത് ചെയ്യാൻ കാരണം എന്താ, എൻ്റെ കയ്യിൽ ഭഗവാന്റെ നാമം നാവിലുണ്ട്, ഹൃദയത്തിൽ ഭഗവാന്റെ രൂപമുണ്ട്, കയ്യിൽ ഭഗവാന്റെ ആ നാമം എഴുതി അങ്കുലിയുണ്ട്. പിന്നെ ഞാൻ ഇത് ചെയ്യാൻ എനിക്ക് സാധിക്കാണ്ടിരിക്കുമോ എന്നുള്ള ഭാവത്തിൽ. അതുകൊണ്ട് ഇതൊന്നും ഇല്ലാണ്ട് ഹനുമാൻ്റെ മഹത്വത്തെ പറയുമ്പോൾ ഒന്നും ഹനുമാന് തനിക്കിത് ചെയ്യാൻ സാധിക്കുന്ന തോന്നിയില്ല. പക്ഷെ രാമൻ്റെ നാമമുള്ള ആ മോതിരം കയ്യിലില്ലേ എന്ന് ചോദിച്ചപ്പോൾ രാമനാമത്തിലുള്ള ആ ദൃഢത കൊണ്ട് അതുകൊണ്ട് ഞാൻ ജയിക്കുമെന്നാണ് ഉറപ്പ് വന്നത്. ഇതൊക്കെ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോഴും അത് അഹങ്കാരത്തോട് കൂടിയിട്ടല്ല, ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് ഇതൊക്കെ ചെയ്തു എന്നുള്ളൊരു ഭാവമാണ് ഹനുമാന്. അപ്പം അങ്ങനെ കടൽ കടന്നിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ, എതിരിട്ട് നിൽക്കാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു എങ്ങനെയെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പുറപ്പെടണം എന്ന് പറയുമ്പോൾ ശ്രീരാമസ്വാമി പറയണു എങ്ങനെയാണ് ആ ലങ്ക എന്നുള്ളത് വാക്കുകളിലൂടെ എനിക്ക് കാണിച്ചു തരൂ എന്ന് പറയും. അപ്പോൾ ലങ്കയുടെ അത്യത്ഭുതമായിട്ടുള്ള ആ വിശേഷങ്ങളെല്ലാം ആ ത്രികൂടാചലത്തിൻ്റെ മുകളിൽ കടലിൻ്റെ മധ്യത്തിലാണ് ത്രികൂടാചലം സ്ഥിതി ചെയ്യണത്. അതിൻ്റെ മുകളിലാണ്
കനകവിമാനം പോലെ, അതായത് ആ ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു വിമാനം പോലെ ആണ് 700 യോജന വിസ്തൃതമായിട്ടുള്ള ലങ്ക നഗരം സ്ഥിതി ചെയ്യണത്. അതിന് 4 ഭാഗത്തും 7 നിലകളോടുള്ള ഗോപുരമുണ്ട്. 7 നില, അതിൻ്റെ ഉള്ളിലായിട്ട് പൊക്കമേറിയിട്ടുള്ള 7 മതിലുകളുണ്ട്. അതിനുണ്ട് 4 ഗോപുരം എന്ന് പറയുന്നു. ഓരോരോ ദിക്കിൽ ഇത്ര ആൾക്കാർ കാവൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എല്ലാ കാര്യങ്ങളും പറയണു. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പറയണു. സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള ഭക്ഷണശാല, നാടകശാല, നടപ്പന്തല്, കുഴിമുറി തുടങ്ങിയിട്ട് മനോഹരമായിട്ടുള്ള ആ ലങ്കയെ വാക്കുകളെ കണ്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിന് ഹനുമാൻ സ്വാമി കാണിച്ചു കൊടുത്തു. പിന്നെ ഒന്നുകൂടി അവിടെ ഉണ്ടായ സംഭവങ്ങളെ ഒന്നുകൂടി പറഞ്ഞു. ഇനി നമുക്ക് വേഗം രാവണൻ്റെ അഹങ്കാരം നശിപ്പിച്ച യുദ്ധത്തിൽ ദേവിയെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറയുന്നു. ഇനി യുദ്ധത്തിനുള്ള യാത്രയാണ് അടുത്ത ഭാഗം പാരായണം. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചാവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയ മുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേവരും നക്ഷത്രമുത്രം അതും വിജയപ്രദം രക്ഷോജനാശ്രമം മൂലം ഹതിപ്രദം ദക്ഷിണാനേത്രസ്ഫുരണഭൂമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പനം വാനരന്മാരെ നിയോഗിക്കരമ്പാ പ്രമാധി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ടവോ മേരി പിൻപേ സുമിത്രാത്മജൻ അങ്കദോപരി സുഗ്രീവനെന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബാലി ശൂലീ സമാനനം മൈന്ദൻ വിവേദനും പങ്കജാ സംഭവാ സൂനു സുഷേണനും തുങ്കന്നളനും തഥാ ബലീധാരനും ചൊല്ലുള്ള വാനരാ നായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടെ പുറപ്പെടുകേതുമേ വൈകരൂതാടലുണ്ടാകരുതാർക്കും വഴിക്കെടോ യുദ്ധാമരുൾ ചെയ്തു മർക്കടാ സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരാദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാൻ ആർത്തു വിളിച്ചു കുളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കടാ സഞ്ജയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതീപരമാസ്തയാവേകൾ നടന്നു തുടങ്ങിനാൻ രാത്രിയിലൊക്കെ നിറഞ്ഞു വരുന്നൊരു വാദി നടന്നങ്ങടുക്കുന്നതു പോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വ ഫലങ്ങൾ ഭുജിക്കയും ശൈലാവന നദീജാലങ്ങൾ പിന്നിട്ടു ജലാശരീരികളായ കപികുലം ദക്ഷിണാ സിന്ധു തന്നുത്തരാതീരവും ബുക്കു മഹേന്ദ്രാജലാന്തിജയമേവിനാർ മാരുതി തന്നെ കണ്ടദേശേ നിന്നു പാരിയിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ടമാർന്ന സൗമിത്രിയും പാരിയിലിറങ്ങു വണങ്ങിനാനഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമാതീരം പ്രവേശിച്ചതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിരാശുനാം വാരിയുമുത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും വീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണാമിനിയുടൻ വാനരാസൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം ധനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ വിശാരദന്മാരായ ഉപദ്രവിച്ചിടുവോമരുൾ ചെയ്തു സന്ധിയും ബന്ധിച്ചു മേവിനൻ പർവ്വതാഗ്രേ രഘുനാഥനും നാനരാവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാൻ നക്രചക്രൗഖ ഭയങ്കരാമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത തരംഗാഢ്യാം അഗാധമിതുത്തരണം ചെയ്വതിന്നാരൂതാർക്കുമേ
ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായ കവികളും മന്ദബുദ്ധിയാ രാമപാർശ്വമരുവിനൻ ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടുവാൻ ചന്ദ്രാമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷാഭയ ക്രോധലോഭാദികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവായെങ്ങനെ സുജ്ഞാനരൂപമായുള്ള ചിതാത്മനി സംഭവിക്കുന്നു. വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിനം കിം പരമാത്മനി. സൗഖ്യദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സമ്പ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരമാത്മാ പരൻ പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമാഹിതന്മാർക്ക് തോന്നും വൃഥാ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതു ഒക്കെ ഓർത്താല ബുധന്മാരുടെ മതം. കഥാ നിൽക്കാതെ ശരദാപുത്രരും അർക്കാത്മജാതികളായ കവികളും വരാനിധിക്കു വടക്കുകര വന്നു വാരുതി പോലെ വരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം. ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രാനികേതനം ദുഃഖിരുന്നേടിനാൻ. ആതിഥേയ സുരേന്ദ്രാദികൾക്കു അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഉക്കോടു വന്ന പുക്കൊരു വാനരൻ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതൊഴിച്ചാനുഭാവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമക്ഷാകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടു പൊടിച്ചു സമുദ്രവും ലംഘനം ചെയ്ത ഒരു സങ്കടാമെന്നിയെ സ്വസ്ഥനായി പോയാതോർത്തോളം നമുക്കുള്ളിലെത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കപികുലാസേനയും രാമനും അബ്ദിതന്നുത്തരാതീരെ വരുന്നോർ കർത്തവ്യമെന്തു മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക. നിങ്ങളും മന്ത്രാവിശാരദന്മാർ നിങ്ങളെന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമാഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം. ഉത്തരം മധ്യമം പിന്നെ തധർമ്മവും മിഥം ത്രിവിധമായുള്ള വിചാരവും തന്നെ സാധ്യാമിതാമിതം ദുസ്സാധ്യമാമിതം സാധിക്കയില്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടാമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാം. തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതമകം നന്നീദൃശം എന്നൊന്നുറപ്പിച്ചു കൽപ്പിപ്പതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവാൻ ഓരോ തരം പറഞ്ഞു ഞങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലാതിതെന്ന ഐക്യമത്യമായ ഏവനും ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമായുള്ള മന്ത്രാമതന്യെ ചിത്താഭിമാനേന താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞു ബാധിച്ചു മറ്റേവനും പറഞ്ഞിഷയ കാലുഷ്യ ചേതസ കൽപ്പിച്ചു. കൂടാതെ കാലവും ദീർഘമായിട്ട് പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ള ഒന്ന് അധമാമതത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടലാവങ്കിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാൻ. നന്നത്രയോ മോർത്തോളമുള്ളിൽ ഇന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരാകുലമെന്തു ഭവിച്ചിതു മാനസേ. മർത്യനാൻ രാമങ്കൽ നിന്നും ഭയം തവാദിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം. വൃത്രാരിയെ പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധാവെ
വിനിക്ഷിപ്യ പത്തനെ സത്വരം വിശ്രുതാനായൊരു കീർത്തി വളർത്തതും പുത്രനം മേഘാനിനാഥൻ അതോർക്ക നീ. വിത്തേശനെ പുരായുദ്ധമധ്യേ ഭവാൻ ജിത്വാജിതശ്രമം പോലും ദശാന്തരെ പുഷ്കരമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയും ഓർത്തു കണ്ടോളവും. കാലനെ പാരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകൂ. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസ ശൈലമിളക്കിയെടുത്തുടൻ ആലോലം അമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ. മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിത്തെ. ത്രൈലോക്യവാസികളെല്ലാം ഭവദ്ബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്ക് നാണമം. നാം ഒന്നുപേക്ഷിക്ക കാരണാലേതുമോ രാമയാമെന്നിയെ പോയിക്കൊണ്ടതും അവൻ. ഞങ്ങളാലാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകുകയുമില്ലല്ലോ. ഇത്തം ദശാമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാൻ മാനമോടിന്നിനി. ഞങ്ങളീ ലേഖനെ മനസ്സേ കൽപ്പിച്ചയച്ച് അയക്കുകെന്നാകിലോ. മാനുഷാജാതികളില്ല ലോകത്തിങ്കൽ വാനരാജാതികളില്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കുക എന്നതും എത്രയും ഭാരം എളുപ്പം നമുക്കതു. ഉൾത്താരിൽ ഓർത്തരുളേണം ജഗൽപതേ. നക്തഞ്ചരാവരിദ്ധം പറഞ്ഞള ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. അങ്ങനെ രാമനെ യുദ്ധത്തിന് തയ്യാറായിട്ട് രാമൻ തൻ്റെ കൂടെയുള്ള എല്ലാ വാനരന്മാരോടും സുഗ്രീവനോടും അതുപോലെ അങ്കദനോടും ഹനുമാനോടൊക്കെ കൂടിയിട്ട് ആ സമുദ്രതീരത്ത് വന്ന് ഇരുന്നു. എന്നിട്ട് അവിടെ സന്ധ്യാവന്ദനമൊക്കെ കഴിച്ച് അവിടെ കഴിയണു. ആ സമയത്ത് ആ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വന്നപ്പോൾ സാധാരണ ഒരു മനുഷ്യനെ പോലെ ആ സീതാദേവിയുടെ മുഖം ഓർമ്മിച്ചു കരയണു. അപ്പോഴും പറയണു ആ ഭഗവാൻ ഇതൊക്കെ ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്യാണ്. ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ ആ മനുഷ്യൻ്റേതായിട്ടുള്ള പ്രകൃതങ്ങളെ ഉപേക്ഷിക്കരുത് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഇതൊക്കെ ചെയ്യാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ലങ്കാപുരിയാണ്. ആ ലങ്കാപുരിയിൽ രാവണൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ട് തൻ്റെ സഭയിൽ. അപ്പോൾ പറയണു ദേവന്മാർക്കും അസുരന്മാർക്കും ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം കേവലം ഒരു കുരങ്ങൻ വന്ന് ചെയ്തത് വല്ലാത്തൊരു അപമാനമായിട്ട് പറയണു. അപ്പം അതുകൊണ്ട് പറയുകയാണ് ഇവിടെ വന്നിട്ട് അതൊക്കെ ചെയ്തത് നിങ്ങളിതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇപ്പം എന്താ രാമനും വാനരപ്പടയും രാമനും കൂടിയിട്ട് സമുദ്രത്തിൻ്റെ വടക്കേ കരയിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ഒരു കാര്യമാണ് തീരുമാനിച്ച് പറയേണ്ടത്. അങ്ങനെ പല വിധത്തിലുള്ളതുണ്ട്. ഉത്തമമായതും മധ്യമമായിട്ടും അധമമായിട്ടും കാര്യങ്ങളെ മൂന്നായിട്ട് തിരിക്കാം. പ്രയാസമാണ്, ഇനി സാധിക്കില്ല എന്നൊക്കെ ഉള്ള ഭേദഗതികളുണ്ട്. കേൾക്കണ എല്ലാം ഒരുപോലെ എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരുപോലെ ഇത് മതി എന്ന് തോന്നണത്. അതുപോലെ പറഞ്ഞു കേൾക്കുമ്പോൾ നല്ലതാണെന്ന് എല്ലാവർക്കും ഒരേ അഭിപ്രായം വരുന്നതായിട്ടുള്ള കാര്യങ്ങളെ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് ഒരഭിപ്രായം പറയുക. അത് ഉത്തമമായിട്ടുള്ള അഭിപ്രായമാണ്. ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങൾ പരസ്പരം പറഞ്ഞിട്ട് കുറ്റങ്ങളൊക്കെ എടുത്ത് താട്ടിയിട്ട് ദോഷങ്ങളെ ഒഴിവാക്കിയിട്ട് പിന്നെ ഏകാഭിപ്രായത്തിൽ എത്തുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത്രയും കൂടി നീണ്ടു പോവുകയാണ്. അത് മധ്യമാണ്. എന്നാൽ ഓരോരുത്തരും പറയണത് ഞാൻ പറയണതാ ശരി, ഇങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറയണത് അത് മധ്യമായിട്ടാണ്. അത് കാലതാമസം ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഹിതകരമായിട്ടുള്ളതും നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്ന ഒരു തീരുമാനം ആരെങ്കിലും പറയൂ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രാക്ഷസന്മാർ പറഞ്ഞു
എന്തിനാ അങ്ങ് ഇങ്ങനെയൊക്കെ ഒരു കാര്യം ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങേക്ക്? എല്ലാ ലോകങ്ങളെയും ജയിച്ച അങ്ങേക്ക് ഇന്നെന്തിനാ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? അങ്ങയുടെ മനസ്സിൽ ഈ വെറും മനുഷ്യനായിട്ടുള്ള ഈ രാമൻ്റെ നേർക്ക് ഭയം തോന്നി എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നുകൊണ്ട് ആ ദേവേന്ദ്രനെ ജയിച്ചില്ലേ? അതുപോലെ മേഘനാഥൻ, പേരും പെരുമയുള്ള മേഘനാഥൻ അങ്ങയുടെ പുത്രനല്ലേ? കുബേരനെ പോരിൽ ജയിച്ചില്ലേ? യുദ്ധത്തിൽ ജയിക്കാൻ കഴിയാത്ത കാലനെ വരെ അങ്ങ് ജയിച്ചു. ഇനി എന്താ അങ്ങേക്ക് പേടിക്കാനുള്ളത്? പിന്നെ ഒരു ഹുങ്കാര ശബ്ദത്തിൽ കൊണ്ട് അങ്ങ് വരുണനെ ജയിച്ചു, മറ്റുള്ള ദേവന്മാരെയൊക്കെ ജയിച്ചു. ആ മയൻ ഭയപ്പെട്ടിട്ടല്ലേ സുന്ദരിയായിട്ടുള്ള പുത്രിയെ, മണ്ഡോദരിയുടെ അച്ഛനാണ്, അച്ഛൻ എന്ന് വെച്ചാൽ വളർത്തച്ഛനാണ് മണ്ഡോദരി, തവള രൂപാന്തരപ്പെട്ടിട്ടുണ്ടായതാണ് മണ്ഡോദരി എന്ന് പറയും. അതായത് മണ്ഡോദരിയുടെ കഥ പറയുകയാണെങ്കിൽ മണ്ഡോദരി പൂർവ്വജന്മത്തിൽ ഒരു അപ്സരസ്സായിട്ട് അപ്പോൾ മഹാദേവൻ്റെ രൂപം കണ്ടിട്ട് ആഗ്രഹിച്ചു മഹാദേവനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന്. അപ്പോൾ ശ്രീപാർവതി തപസ് ചെയ്തിട്ടാണ് മഹാദേവനെ ഭർത്താവായിട്ട് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തപസ് ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ ഈ തപസ്സൊക്കെ ചെയ്തിട്ട് കിട്ടുന്നവരെ തപസ് ചെയ്യാനിരിക്കാനുള്ള ക്ഷമയൊക്കെ വേണ്ടേ? ആ ക്ഷമയില്ല നമ്മളുടെ ആഗ്രഹത്തിൻ്റെ തീവ്രത കൊണ്ട്. അപ്പോൾ ഒരിക്കൽ ശ്രീപാർവതി ഇല്ലാത്ത സമയം നോക്കിയിട്ട് കൈലാസത്തിൽ ധ്യാനത്തിലിരിക്കുന്ന മഹാദേവനെ കണ്ടപ്പോൾ തൻ്റെ ആ ആസക്തി അടക്കാൻ പറ്റാത്തത് കൊണ്ട് ആ മഹാദേവനെ ചെന്ന് കെട്ടിപ്പുണർന്നു. പക്ഷേ മഹാദേവൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്താ? മഹാദേവൻ നിർവൈരം ശാന്ത വിഗ്രഹം, മഹാദേവൻ ശാന്തനായിട്ടിരിക്കുകയാണ്. അങ്ങനെ അത് ആ കെട്ടിപ്പുണർന്നു കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പാർവതീദേവി വന്നത്. അപ്പോൾ ആ ഭഗവാന്റെ ശരീരത്തിലുള്ള ഭസ്മം പുരണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ദേവിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അമിതമായിട്ടുള്ള ആസക്തി അത് നാശത്തിന് കാരണമാവും. അമ്മയല്ലേ, കുട്ടികളുടെ കയ്യിൽ തെറ്റ് കണ്ടാൽ ആ തെറ്റിനൊരു ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അത് വീണ്ടും അപകടത്തിലേക്ക് എത്തും. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു തവളയായിട്ട് ജനിക്കട്ടെ എന്ന് അനുഗ്രഹമാണ് കൊടുത്തത്. അപ്പോൾ ആ സമയത്ത് മഹാദേവൻ ധ്യാനത്തിൽ നിന്ന് ഉണരുകയാണ് ചെയ്തത്. ഉണർന്നിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് ഈശ്വരനോട് വച്ചാൽ അത് അപകടത്തിലേക്ക് എത്തില്ല. കുറച്ച് അമിതമായിട്ടുള്ള ആസക്തി കളയാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് 12 വർഷം കഴിയുമ്പോൾ ആ തവളയുടെ രൂപം മാറിയിട്ട് ഒരു സുന്ദരിയായിട്ടുള്ള അപ്സരസ് തന്നെയായിട്ട് മാറും. അപ്പോൾ ചെയ്ത കർമ്മപ്രാരാബ്ധം തീരണത് വരെ ഭൂമിയിൽ തന്നെ കഴിയേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് പിന്നീട് ആ രാവണൻ്റെ പത്നിയായിട്ടൊക്കെ കഴിയേണ്ടി വരും. അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് അപ്സരസ്സുകളുടെ ലോകത്തിലേക്ക് തിരിച്ച് ചെല്ലാമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും. അപ്പോഴും മണ്ഡോദരി അങ്ങനെയാണ് മണ്ഡോദരി. അപ്പോൾ ഈ മയനെ കുട്ടികളില്ലാണ്ട് ഒരു പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ച സമയത്ത് മയൻ തപസ് ചെയ്തപ്പോൾ മയനോട് പറഞ്ഞു ഇങ്ങനെ അവിടെ ഒരു കിണറുണ്ട്, ആ കിണറിൻ്റെ ഉള്ളിൽ പോയി അവിടെ ഒരു കന്യകയെ കാണാൻ, ആ കന്യക എടുത്ത് വളർത്തിക്കോളാൻ. അങ്ങനെയാണ് ആ മണ്ഡൂകത്തിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് മണ്ഡോദരി എന്നുള്ള പേര് വന്നത്. ആ മണ്ഡോദരി ശരിക്കും മണ്ഡോദരി പറയണ കന്യകയാണ് മണ്ഡോദരി എന്ന് പറയണം. ഭഗവാൻ ദേവന്മാരെ അനുഗ്രഹിച്ചു കൊടുത്തതാണ്. അതായത് 5 കന്യകമാരെ കുറിച്ചിട്ട് നമ്മൾ പറയും. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി തഥാ പഞ്ചകന്യ സ്മരേ നിത്യം സർവപാപവിനാശനം എന്ന് പറയും. മഹാപാതകനാശനം, സർവപാപവിനാശനം എന്നൊക്കെ പറയും. അപ്പം ഇത് അവരൊക്കെ ഭർത്താക്കന്മാരും കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഉള്ളവരാണെങ്കിലും അവരൊക്കെ ഈശ്വരാംശങ്ങളായതുകൊണ്ട് കന്യകമാരായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മചാരിയാണ് എന്ന് പറയുമ്പോൾ ബ്രഹ്മചാരി കാരണം അവനവനോട് തന്നെയാണ് ഭഗവാൻ രമിക്കാൻ. ഒരു കണ്ണാടിയിൽ കണ്ടിട്ട് സ്വന്തം പ്രതിബിംബങ്ങളെ കണ്ട് രമിക്കണ പോലെയാണ് ഭഗവാൻ ഓരോ ജീവനോടും രമിക്കണത്. അപ്പോൾ അതുകൊണ്ട് ആ ബ്രഹ്മചാരിയാണ്. അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും ആ ഉള്ളിൽ ശക്തിയായിട്ടിരിക്കുന്നത് ഈ ദേവി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈശ്വര ജാതകളായതുകൊണ്ട് അവരെ കന്യകമാരെന്ന് പറയുന്നത്. പിന്നെ
മണ്ഡോദരി രാവണൻ ആയാലും വേണ്ടില്ല, രാമൻ താരയായാലും മണ്ഡോദരി ആയാലും ഒക്കെ അങ്ങനെ തന്നെ. രാവണനായാലും ശരി, അതുപോലെ രാമനായാലും ശരി, നീതിയുടെ ഭാഗത്ത് നിൽക്കുള്ളൂ. സധൈര്യം. ഇപ്പോൾ രാവണൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ടുപോലെ സീതയെ വധിക്കാൻ പോയപ്പോൾ ദേഷ്യപ്പെട്ട് കൈ തട്ടി വാളൊക്കെ തട്ടി മാറ്റി വഴക്ക് പറയാനുള്ള ഒരു കരുത്ത് മണ്ഡോദരിക്കുണ്ട്. എന്നാൽ മണ്ഡോദരി പതിവ്രതയാണ്. ഭർത്താവിന് വേണ്ടിയിട്ട് പൂജ ചെയ്ത് പാതിവൃത്തി അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ ഭർത്താവായാലും സ്വന്തം പുത്രനായാലും തെറ്റ് കണ്ടാൽ തെറ്റിനെ തുറന്നു പറയാൻ, നീതിക്കെതിരെ ശബ്ദിക്കാനായിട്ട് യാതൊരു ഭയവും ഇല്ല. നിർഭയത്തോടു കൂടിയിട്ടിരിക്കുകയാണ്. ധർമ്മത്തിനെ ധർമ്മിഷ്ഠയായിട്ടുള്ള സ്ത്രീയാണ് മണ്ഡോദരി. അങ്ങനെ കുറേ ഗുണങ്ങൾ മണ്ഡോദരിക്കുണ്ട്. പറഞ്ഞു വന്നപ്പോൾ അവസരത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ആ മയൻ തന്നൂലോ, ആ പുത്രിയെ നൽകിയില്ലേ, അപ്പം അതുകൊണ്ട് അസുരന്മാരും ദേവന്മാരൊക്കെ അങ്ങേക്ക് കപ്പം തരണവരാണ്. അപ്പം അതുകൊണ്ട് ഇനി കേവലം മനുഷ്യൻ്റെ കാര്യം പറയാനുണ്ടോ? അങ്ങ് തന്നെയല്ലേ ശ്രീ പരമേശ്വര ആ കൈലാസം അടക്കമെടുത്ത് അമ്മാനാടി എന്നാണ് പറയണേ, ആ ശക്തി കൊണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ ഹനുമാനോട് പറഞ്ഞല്ലേ, ഹനുമാൻ്റെ പക്ഷേ ഇവിടെ പറയുമ്പോൾ എന്താ, അഹങ്കാരം വർദ്ധിക്കുക ചെയ്യണേ. ആ രാവണനെ പറ്റിയിട്ട് ഓരോന്ന് പറയുമ്പോഴും തൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം വർദ്ധിക്കുകയാണ്. രാമനെ പറ്റി അവിടെ ഹനുമാനോട് പറയുമ്പോഴോ ഇതൊക്കെ ആ രാമൻ്റെ നാമം ഉള്ളിലുള്ളത് കൊണ്ടാണ്. രാമൻ്റെ നാമം, രാമൻ്റെ രൂപം, രാമനാമം എഴുതിയിട്ടുള്ള അങ്കുലിയോ ഉള്ളത് കൊണ്ടാണ്, രാമൻ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് സാധ്യമാവണതെന്നാണ് ഹനുമാൻ സ്വാമി. എൻ്റെ ശക്തി ഹനുമാൻ ഒരിക്കലും ഹനുമാൻ്റെ ആ ശക്തിയാണ് അതെന്ന് അഹങ്കരിക്കണില്ല. ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ അഹങ്കാരം വരികയാണ് ചെയ്യണത്. അപ്പം അങ്ങനെ രാവണനോടൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ നമുക്ക് അപ്പോൾ പറയണു, ഞങ്ങൾക്കും നാണാവുണ്ട് ഹനുമാൻ്റെ കാര്യം കേട്ടപ്പോൾ. നമ്മൾ ഇത്തിരി ഉപേക്ഷ വിചാരിച്ചു, ഒരു കുരങ്ങനല്ലേ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളാരും അറിഞ്ഞില്ല എന്ന്. ഈ ലങ്ക അങ്ങനെ കുറേ സേവ പാടണവരുണ്ടാവും. അവർ പറയാ, നമ്മുടെ അടുത്തായാലും പറയും, എവിടെയെങ്കിലും നമുക്കൊരു അപകടം വരണമെന്ന് വെച്ചാൽ ആദ്യം കാണാണ്ടാവുക വരിക. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്തേക്ക് വരും. എന്തേണ്ടായി അറിയാത്ത പോലെ ചോദിക്കും. ഞാനെങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു വെച്ചാൽ കാണാമായിരുന്നു, ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് പല ആൾക്കാരും. അത് ഞാൻ ഉണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കില്ലായിരുന്നു, അതുപോലെ ഞങ്ങളാരും അറിഞ്ഞെങ്കിൽ ജീവനോടുകൂടി മടങ്ങി പോവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആ രാവണൻ്റെ ആ ഒരു അഹങ്കാരം വർദ്ധിക്കുക ചെയ്തത്. രാവണൻ്റെ ദുഃഖമൊക്കെ കുറഞ്ഞ അത്രയും ആ ഉള്ളിൽ അഹങ്കാരം വർദ്ധിക്കുക ചെയ്ത് മനസ്സൊക്കെ ദുഃഖമൊക്കെ പോയി എന്ന് പറയണം. ഇനി ആ രാവണ കുംഭകർണ സംവാദമാണ് പാരായണം ചെയ്യേണ്ടത്. എത്രയാ സമയം? കുറച്ചും കൂടെ വായിക്കാം. ജാനകീ ജീവനസ്മരണം നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതാമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഢഗാഢംപുണർന്നൂഢമോദന്നിച്ച പീഡാമതിന്മേലിരുത്തീതശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുവിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയാൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേഖസ്വരൂപനം ശ്രീമൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ടു വന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കെന്നു വരുന്നിതു. മീനങ്ങളെല്ലാം രസം തിങ്കൽ മോഹിച്ചു താനേ ബലീശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു
ഭവിക്കുന്നിതവണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണാവിനാശം ഭവാനമകപ്പെടും എനിക്കിതെന്നുള്ളതു ഉള്ളിലറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചൊല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവാൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ ശാസനായാലും അടങ്ങുകയില്ലത് വിജ്ഞാനമായുള്ള വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപമാനം അപനയം നീയതു നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഞാനതിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ മാനസേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നുവോ മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടും ആപത്തു നിർണയാമോത്തു കാണും. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയം കുംഭകർണോക്തി കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ മനുഷ്യനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ആശു വരുവാൻ അനുജ്ഞ നൽകെങ്കിൽ അനുജ്ഞയെ ചെയ്യില്ലെന്ന ശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ. കുംഭകർണനും രാവണനും തമ്മിലുള്ള സംവാദമാണ്. കുംഭകർണൻ 6 മാസം ഉറക്കം, 6 മാസം ഉണർന്നിരിക്കുക, അങ്ങനെയാണ്. അതായത് കുംഭകർണൻ്റെ പണി എന്താ? 6 മാസം ഉറങ്ങും, അത് കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആഹാരം ഇങ്ങനെ കഴിക്കുക ചെയ്യുക. 6 മാസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. 6 മാസം ഭക്ഷണം കഴിച്ചാൽ പിന്നെ 6 മാസം ഉറങ്ങും. അപ്പോൾ ആരാ കുംഭകർണൻ എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ചാൽ അറിയാം. നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ? രാത്രിയിൽ മുഴുവനും ഉറങ്ങും, പകലൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കും. അപ്പോൾ ഒരു വർഷത്തിൽ 6 മാസം ഉറങ്ങാൻ അല്ലേ, 6 മാസം ആഹാരം കഴിക്കാൻ. അപ്പോൾ നമ്മളൊക്കെ ഈ കുംഭകർണന്മാർ തന്നെയാണ്. എന്തുകൊണ്ടാണ് കുംഭകർണൻ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, കുംഭകർണൻ തപസ് ചെയ്തിട്ട് ദേവന്മാരെ ഇല്ലാണ്ടാക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് നിർദേവത്വം എന്നുള്ളതിന് പറയുന്ന നിദ്രാവക്തം എന്ന് വാക്ക് തെറ്റി പറഞ്ഞു. ആ തെറ്റിയിട്ട് ഉച്ചരിച്ചത് കൊണ്ട് അത് അങ്ങനെ ആവട്ടെ എന്ന് അനുഗ്രഹിച്ചു. അപ്പം നമ്മളും ഇതുപോലെയൊക്കെ അനുഗ്രഹം മേടിച്ച് വന്നിരിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഉറക്കം ഉണർന്നിട്ട് മുമ്പിൽ വന്നിട്ട് വണങ്ങിയിട്ട് പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടായ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഭൂമിയിൽ ജീവിച്ച് സുഖിക്കണേക്കാൾ നല്ലത് ദേവത്വം കിട്ടുന്നത് തന്നെയാണ്. ഇപ്പോൾ ചെയ്ത എല്ലാ പ്രവൃത്തി എന്തിനു വേണ്ടിയിട്ടാണ്? ജീവഹാനി ഉണ്ടാക്കാൻ കാരണമാവും. ഏതെങ്കിലും വിധത്തിൽ രാമൻ അങ്ങയെ കണ്ടാൽ അങ്ങയുടെ മരണം ഉറപ്പാണ്. കാരണം രാമൻ വധിക്കും, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിത്യവും ശ്രീരാമചന്ദ്രസ്വാമിയെ സേവിക്കുക. ആ ശ്രീരാമചന്ദ്രൻ ആരാ? മനുഷ്യനല്ല, സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. ആ സീതാദേവി സാക്ഷാൽ ലക്ഷ്മി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വാദ്യങ്ങളുടെയൊക്കെ ചില വാദ്യങ്ങളുടെ ശബ്ദം കേട്ടിട്ട് മോഹിച്ചടുത്ത് ചെല്ലുന്ന മൃഗങ്ങൾക്ക്, അതായത് ഈ മാനുകളെ പോലെയുള്ള മൃഗങ്ങൾക്ക് സംഗീതം വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വാദ്യോപകരണം അങ്ങനെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഈ മാന് അത് കേട്ട് അലിഞ്ഞ് ചെവിയൊക്കെ കൂർപ്പിച്ച് അത് കേട്ട് നിൽക്കും. ആ സമയത്ത് അങ്ങനെ നിൽക്കുന്ന ആ മാനിനെ അമ്പെയ്ത് വീഴ്ത്താൻ എളുപ്പമാണ്, അത് ഓടില്ല. കാരണം അതിൻ്റെ ശ്രദ്ധ മുഴുവൻ എവിടെയാണ്? ഇതിലാണ്. അതിൽ കേട്ട് അലിഞ്ഞ് നിന്നിട്ട് അതിൻ്റെ ജീവൻ ഇല്ലാണ്ട് അപകടം വരികയാണ്, മരണം സംഭവിക്കുകയാണ്. അതുപോലെ നമുക്കൊക്കെ അറിയാം അല്ലേ, ചൂണ്ടയിൽ എന്തെങ്കിലും ആഹാരം കൊളുത്തിട്ട് മീൻ പിടിക്കാനും പോണ ആൾക്കാർ അങ്ങനെ ആ ചൂണ്ട അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളതിനെ കണ്ട് മോഹിച്ചിട്ട് ആ മത്സ്യം വന്നിട്ട് അത് കൊത്തിയിട്ട് വിഴുങ്ങും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അത് കൊണ്ടിട്ട് ആ മത്സ്യം മരിച്ചു പോവുകയാണ് ചെയ്യണത്. അതുപോലെ
അഗ്നിജ്വാല ഉയർന്ന് ഇങ്ങനെ പൊന്തുന്നത് കാണുമ്പോൾ ഈ നിശാശലഭങ്ങളായിട്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ അവിടെ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ കാണാം അല്ലേ, പാറ്റകൾ നിറയെ വരും, ഈയാൻ പാറ്റ എന്ന് പറയും നമ്മളതിന്. അപ്പോൾ അത് വല്ലാണ്ട് അങ്ങോട്ട് അധികമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വയസ്സായ കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും 3-4 പട്ട കൂട്ടിയിട്ടിട്ട് എല്ലാ വെളിച്ചം കിടത്തിയിട്ട് അവിടെ തീ കത്തിച്ചിടും. അപ്പോൾ ഈ വെളിച്ചം കണ്ടിട്ട് അതൊക്കെ അങ്ങോട്ട് ചെല്ലും, അതിൻ്റെ ഉള്ളിൽ വീണ് പെട്ട് മരിച്ചു പോകും. അപ്പോൾ അതാണ് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെയാണ് ആ സീതാദേവിയെ കണ്ട് മോഹിച്ചത് കൊണ്ട് മരണം സംഭവിക്കും. ഇത് നല്ലതല്ലാന്ന് ഉള്ളിലറിയാം, അങ്ങേക്ക് തന്നെ അറിയാം അത് ചെയ്ത് തെറ്റായി, ശരിയല്ല എന്ന്. പക്ഷെ അങ്ങയുടെ ആ ഒരു ദുരഭിമാനം വിട്ടുകൊടുക്കാൻ സമ്മതിക്കുന്നില്ല. മനസ്സ് ആ സുഖഭോഗം അനുഭവിക്കണം എന്നിങ്ങനെ മുഴുകി പോവുകയാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പൂർവ്വ ജന്മത്തിൽ ചെയ്ത കർമ്മവാസന കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതിനെ മാറ്റാൻ പ്രത്യേകിച്ച് ഒന്നും കഴിയില്ല. അതിന് കഴിയണ ഒരു കാരണം എന്താ, കർമ്മവാസനകൾ നീങ്ങണമെങ്കിൽ ഈശ്വരനാമം ജപിച്ചുകൊണ്ടിരിക്കുക, ഈശ്വരനെ ആശ്രയിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നിനും ആ കർമ്മപ്രാരബ്ധത്തിനെ മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം അങ്ങയുടെ ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് മാത്രമല്ല ഈ രാക്ഷസ വംശത്തിന് തന്നെ ആപത്തിന് കാരണമാവുക ചെയ്യുക. എങ്കിലും അങ്ങയോടിപ്പോൾ ഇത് പറഞ്ഞ് അങ്ങയെ തിരുത്താൻ നോക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ രാമനെയും വാനരന്മാരെയൊക്കെ യുദ്ധത്തിൽ നശിപ്പിക്കാൻ ഞാൻ സഹായിക്കാം, അങ്ങ് ഒന്നും ദുഃഖിക്കേണ്ട, അങ്ങ് ആഗ്രഹിച്ച പോലെ സീതയെ അനുഭവിച്ചിട്ട് അവിടെ ഇരുന്നോളം, മോഹിച്ചതെല്ലാം സാധിക്കുക. ഇന്ദ്രിയങ്ങൾക്ക് വശമതനാകുന്ന ആൾക്കാർക്ക് ഇന്ദ്രിയം കണ്ണുകളെ കൊണ്ട് എന്തെങ്കിലും ആഗ്രഹിച്ച് കണ്ടതും കേട്ടതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുക, കാതുകളെ കൊണ്ട് കേട്ടത് വേണമെന്ന് ആഗ്രഹിക്കുക, ഇന്ദ്രിയ സുഖം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആപത്തുകൾ വന്നു പെടും എന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അതിനാൽ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവർക്ക് എല്ലാ സൗഖ്യങ്ങളും വന്നുകൂടും എന്നൊക്കെ ആ ഉപദേശരൂപേണ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ആ ഇന്ദ്രജിത്ത് രാവണനോട് പറഞ്ഞു, അങ്ങ് ആജ്ഞാപിച്ചാൽ ഉടനെ തന്നെ ആ രാമനെയും വാനര സമൂഹത്തെയൊക്കെ ഞാൻ വധിക്കുന്നുണ്ടെന്ന് ആ ഇന്ദ്രജിത്ത് ചെന്നിട്ട് രാവണൻ്റെ അടുത്ത് എന്ന് പറയണം. അതുവരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇനി രാവണ വിഭീഷണ സംവാദമാണ്, അത് അടുത്ത ദിവസം പാരായണം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണ ഭാഗങ്ങൾ ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. അറിഞ്ഞോ അറിയാണ്ടോ മനസ്സും ശരീരവും ഒക്കെ പല വിധത്തിൽ ഈ വായനയ്ക്ക് ഇടയിൽ എന്തെങ്കിലുമൊക്കെ വിഘ്നങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ ചിന്തകളായാലും മനസ്സ് പോവുക, അങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിലും അതെല്ലാം ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചിട്ട് ഭഗവാന്റെ ആ പാദത്തെ മുറുകെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നേ പറ്റുള്ളൂ. മനസ്സ് ഏകാഗ്രമാക്കി തരണേ ഭഗവാനെ, അവിടുത്തെ പാദത്തിൽ ഉറയ്ക്കണേ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് അവിടുത്തെ പാദത്തിൽ ഉറപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണോട് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി ഈശ്വരി നമിക്കുന്നേ. കൃഷ്ണപ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ.
ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ പൊഴും കാത്താരഴും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസകനകവിശം വൈജയന്തിം ച മാലം രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം കീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദരീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേ സമനിശം ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണാഖില ഗുരു ഭഗവൻ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജയ ജയ ശ്രീരാധേ.